ആ ഹലോ. ആ അതെ 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 KR ബഷീർ സൈക്കാട്രിസ്റ്റ്. കീറിയ ബെഡ്ഷീറ്റോ? എടാ പന കീറിയ ബെഡ്ഷീറ്റ് എന്നല്ല, KR ബഷീർ സൈക്കാട്രിസ്റ്റ് എന്ന്. ആ ഞാൻ നമ്മുടെ സൈക്കോ ബാഹുലേന്റെ കൂടെ കൊടൈക്കനാലിൽ വന്നത് അവന്റെ ഹണിമൂണിന്. അയ്യോ അതല്ല സംഭവം, ഞാൻ കണ്ട് ഈ സ്ഥലമൊക്കെ ഓക്കെ ആണെങ്കിൽ അവൻ പെണ്ണുപിള്ളയെ കൊണ്ട് ഇങ്ങോട്ട് വരുത്തോളെന്ന്. അയ്യോ കുഞ്ഞിന്റെ കുസൃതിക്കൊന്നും ഒരു മാറ്റവും ഇല്ല കേട്ടോ, ഭയങ്കര സൈക്കോ തരവാ. ഇപ്പൊ തന്നെ കോവളത്ത് മണലില് മദാമ്മമാര് വെയിലത്ത് മലന്ന് കിടക്കുമ്പോഴത്തേക്ക് അടിയിൽ പിടിക്കുമെന്ന് പറഞ്ഞ് ചട്ടവും കൊണ്ട് വന്ന് മറിച്ചിടുക. പിന്നെ ഇന്നലെ തന്നെ ചീവീട് ചലച്ചത് കാരണം ഉറങ്ങാൻ വയ്യാന്ന് പറഞ്ഞുകൊണ്ട് ചീവീടിനെടുത്ത് സബ്ബൂഫറിൽ ഇട്ടിട്ട് ബോബ് മാർലിയിലെ പാട്ട് കേൾപ്പിച്ച് അരോചകപ്പെടുത്തിക്കൊണ്ടിരിക്കുക കുഞ്ഞ്. അങ്ങനെയുള്ള കാര്യമൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. അതാ സൈക്കോ വരുന്നുണ്ട് കേട്ടോ, ഞാൻ വിളിക്കാം. ഈ റേഡിയോയും കൊണ്ട് എങ്ങോട്ട് പോയി? കന്നിമാസമല്ലേ, പട്ടികൾ കൂട്ടം കൂടുന്നിടത്ത് പോയി ഞാൻ ഭക്തിഗാനം വിടും. അവരുടെ മൂഡ് കളയാൻ. അല്ല ഇന്നലെ കാഴ്ചകളായി പോയി എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കിയല്ലോ. അവിടെ ഒരു കങ്കാരു ഭയങ്കര അക്രമം. അവൻ കുതിച്ചു ചാടുന്നു, തുള്ളിച്ചാടുന്നു, തലകുത്തി മറിയുന്നു. അതുകൊണ്ട് ഞാൻ അവന്റെ സഞ്ചിയിൽ ഒരു വലിയ ആട്ടുകല്ല് പിടിച്ചിട്ടു. ഇപ്പൊ മില്ലിൽ അരി പിടിപ്പിക്കാൻ പോകുന്ന കങ്കാരു നടക്കുന്നത് എങ്ങനെ? അനക്കോ ഇല്ല, ചാട്ടോ ഇല്ല, ബഹളോ ഇല്ല, മര്യാദ രാമൻ. കൂട്ടുന്നത് എന്റെ അടുത്ത ലക്ഷ്യം കണ്ടോ? ഇവൻ ഈ ഗോൾഡ് ഫിഷോ? ഇതിനെന്തോ ഞാൻ പോകുന്നത്? ഗോൾഡ് ഫിഷ് എന്ന് പേരുള്ളത് കൊണ്ട് ഇവന് ഭയങ്കര അഹങ്കാരം. അതുകൊണ്ട് ഞാൻ അവനെ ജ്വല്ലറിയിലേക്ക് കൊണ്ടുപോകുന്നു. എന്തിന്? ഉരച്ചു നോക്കാൻ. എന്നിട്ട് അവന്റെ ശരീരത്തിൽ ഒരു തരി സ്വർണ്ണമില്ലെങ്കിൽ ഇവന്റെ പേര് നാളെ മുതൽ ചെമ്പ് ഫിഷ്. എവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. നിനക്കറിയാലോ ആ സൈക്കാട്രിസ്റ്റ് അല്ല ഞാൻ. ഭൂതപ്രേതാദികളെ പോലും പിടിച്ചു നിർത്താൻ കഴിവുള്ള ഒരു മനഃശാസ്ത്രജ്ഞനാണ് ഞാൻ. അറിയാലോ, ഇത് സൂയിസൈഡ് പോയിന്റ് അല്ലേ? അതെ. ഓ മൈ ഗോഡ്. നെഗറ്റീവ് എനർജി തപ്പുവാണോ? അല്ലടാ ഭയങ്കര തണുപ്പ് പോലെ കുറ്റി വീഡിയോ കാണോ ഉണ്ടോന്ന് നോക്കിക്കൊണ്ടിരിക്കുക. എടാ ഓരോരുത്തൻ വരെ വീടിയുടെ നൂല് വരെ വലിച്ചിട്ടിട്ടേക്കണ്ട. ഇന്ന് തണുത്ത് ഞാൻ ചാവത്തോളൂ. ഓക്കെ മനെ, താങ്ക് യു. റെഡി സാർ, സ്കിറ്റ് തുടങ്ങാം. ഇത് കണ്ടോ, അമേരിക്കയിൽ ഒരു സാഹിബിന്റെ ഭ്രാന്ത് മാറ്റിയപ്പോഴത്തേക്ക് അവിടുന്ന് കിട്ടിയ മെഡല്. ഇത് ബ്രസീലിൽ ഒരു സാഹിബിന്റെ ഭ്രാന്ത് പിടിച്ചപ്പോ അവിടുന്ന് കിട്ടിയ മെഡല്. അപ്പൊ ഈ മെഡലാ? അയ്യോ ഇത് മെഡലല്ല, കോളത്തൊരു മദാമെ കയറി പിടിച്ചാൽ അവള് കടിച്ചിട്ട് ഓടിയണ്ട വേണം. അങ്ങനെയൊക്കെ ഉണ്ട്. എടേ നീ പറയാറുണ്ടല്ലേ നാളെ പീസ് തരാം, ഇന്ന് പീസ് തരാം, പൈസ ഇല്ലാന്നൊക്കെ. പൈസ ഇല്ലായിട്ടാന്നോടെ ഇയർബഡ് മേടിച്ചു വെച്ചേക്കുന്നത്. ചെവി ഇരിക്കുന്നു. അയ്യോ അത് ഇയർബഡ് അല്ല, പിന്നെ ഞങ്ങളെ വീടിന്റെ അപ്പുറത്തെ പശുവിന്റെ വാലിലെ രോമം പിടിച്ചതിന് അവര് മെഴുകുതിരി ഒരുക്കി കഴിച്ചതാ. നീ എന്തിനാ പശുവിന്റെ വാലിലെ രോമൊക്കെ പിടിച്ചത്? പേടി മാറാൻ. പേടി മാറാൻ ആനയുടെ വാലിലെ രോമല്ലേ എടുക്കേണ്ടത്? എനിക്ക് അത്ര വലിയ പേടിയില്ല, ചെറിയ പേടിയുണ്ട്. അതിരിക്കട്ടെ, നീ എങ്ങനെയാണ് എന്റെ ഫീസ് തരാനുള്ള പരിപാടി? നാളെ എനിക്ക് 2 കോടി രൂപ കിട്ടും. അയ്യോ എവിടുന്നാടാ? ഞാനൊരു സിനിമ നടിയെ ബ്ലാക്ക് മെയിൽ ചെയ്തു. ബ്ലാക്ക് മെയിലോ? ആരെ? സണ്ണി ലിയോണിനെ. നീ എന്തോ പറഞ്ഞ് ബ്ലാക്ക് മെയിൽ? നിങ്ങളുടെ അശ്ലീല വീഡിയോ എന്റെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് 2 കോടി രൂപ വന്നില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലിട്ട് നാറ്റിക്കുന്നു. ഒരു കാര്യം ചെയ്യടാ, നാളെ ചെല്ലുമ്പോ ഒരു ഉള്ളിച്ചാക്കും കൂടെ എടുത്തോണ്ട് പോകാം. എന്തിന്? 2 കോടി രൂപ അല്ലേടാ ഇട്ട് വെക്കണ്ടേ? പാട്ടി. എടാ വല്ല ജോലിക്കും പോടാ കാല. ഞാൻ അങ്ങോട്ട് പൈസ കൊടുത്ത് സിനിമയിൽ അഭിനയിക്കാൻ പോവാ. എന്തിനാ അങ്ങോട്ട് പൈസ കൊടുത്ത് സിനിമ അഭിനയിക്കുന്നത്? സിനിമയിൽ അഭിനയിച്ച ഇങ്ങോട്ട് പൈസ കിട്ടത്തില്ലേ? ഇങ്ങോട്ട് പൈസ കിട്ടുമോ? പിന്നെ മമ്മൂട്ടി മോഹൻലാൽ അവിടെ പോയി കിടക്കുന്നത് പ്രൊഡക്ഷൻ ഫുഡ് തിന്നാനാ. മഞ്ഞ ഉണ്ടാടാ? മഞ്ഞ ഉണ്ടായിരുന്നു, നാട്ടുകാർ കളിയാക്കിയപ്പോ കീറി കളഞ്ഞു. മഞ്ഞക്കാട്ട് ഉണ്ടായിരുന്നോന്നല്ല, നിനക്ക് മഞ്ഞപ്പിത്തുണ്ട്, ആകെ മഞ്ഞിച്ചിരിക്കുന്നു. ഇല്ല ഇല്ല. പിന്നെ ഒരു മഞ്ഞ ഇതാ ഞങ്ങളുടെ സുധാകരന്റെ കല്യാണമായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. അപ്പൊ ആള് കൂടുതലുള്ള അവര് വലിയ ടാങ്കിനകത്തിട്ട് സ്കോഷ് കളിക്കിയത്. പക്ഷെ ഇളക്കാനുള്ള തവിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇറങ്ങി 2 റൗണ്ട് നീന്തി. സ്കോഷ് കിട്ടില്ല. പരിവാ നല്ല പരിപാടി. എന്താടാ? എന്റെ മാമൻ മരിച്ചുപോയി. എന്താ പറ്റിയത്? കടക്കണിയാറിന് ആത്മഹത്യ ചെയ്ത്. എങ്ങനെ ആത്മഹത്യ ചെയ്തടാ? വിഷം ഉള്ളിച്ചെന്ന് മരിച്ചു. ഈ വിഷം ഉള്ളിച്ചെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണ്. ഈ തൂങ്ങിച്ചാവലിന് അത്ര റിസ്ക് ഇല്ല. പൊക്കി നോക്കി ഭയങ്കര ഭാരം, അല്ലെങ്കിൽ എന്നെ കെട്ടി തൂക്കിയ. അവൻ നിൽക്കുന്നു, എന്നെ കൊല്ലാമെന്നവൻ. അവിടെ ആരുമില്ല, നിന്റെ മനസ്സിന്റെ തോന്നല. അതൊക്കെ വിട്ടേര് കേട്ടോ, ഒരു പ്രശ്നമില്ല. മുമ്പ് എനിക്ക് ഭ്രാന്തുള്ളപ്പോഴേ. ഇപ്പൊ പിന്നെ മോന് പനിയും തൊണ്ടവേന ആയതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാരും നിങ്ങൾ കളിയാക്കുവോ സൈക്കോ സൈക്കോ എന്നും പറഞ്ഞു. വാൻ പറയടാ അവരുടെ അടുത്ത്. എന്നിട്ട് അവരുടെ കൂടെ നീയോ അങ്ങ് പോകും. ബാക്കിയുള്ള എന്തിനാടാ ഇങ്ങനെ നടന്ന് കഷ്ടപ്പെടുന്നു? ഉരുകി തീരത്തേ ഉള്ളു ഈ ജീവിതം, അറിയാവോ? എന്ത് ചെയ്യോതോറ, എനിക്ക് എന്റെ ഭാര്യയുടെ കുറെ വിഷയങ്ങളുണ്ട്. എടാ ഭാര്യയുടെ വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പ്രശ്നം? എന്താണ് ഭാര്യയുടെ വിഷയം? ഞാൻ പറഞ്ഞുതരാം. ഞാൻ കിടന്നുറങ്ങുമ്പോ അവളൊന്ന് കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, വാരി പുണരുന്നു.
ഒരു കാര്യം ചെയ്യോ സൈക്കോ ഞാൻ കളിച്ചിട്ട് നീ സൈക്കാട്ടിസ്റ്റ് കളിക്കും അല്ല എറിയാറിയാവുന്ന ദൈവം വടി തരുത്തില്ലല്ലോ ദൈവമേ. അല്ല പിന്നെ ഈ മറ്റേ തൈക്കാട്ട് ശരിയാവുമ്പോ സൈക്കാട്ട് ശരിയല്ലടാ സൈക്കാട്ടിസ്റ്റ്. അതെങ്കിൽ അത് നിങ്ങളാവുമ്പോ നിങ്ങളെ കയ്യിലുള്ള ഉണ്ടായിട്ട് ആട്ടി എന്നെ ഉറക്കുമല്ലോ. അയ്യോ ഇത് ഉണ്ടായിട്ട് ആട്ടി ഉറക്കുന്നില്ല. അയ്യോ ഇത് ഹിപ്നോട്ടിസം ആയിരുന്നു. അപ്പൊ അത് പൊളിഞ്ഞായിരുന്നു സംഭവം. നിനക്കൊരു കാര്യം അറിയോ 1000 ഹിപ്നോട്ടിസം ഒരുമിച്ച് ചെയ്തവനാണ് ഞാൻ. അതിന് 999 വട്ടവും ഉറങ്ങിയത് ഞാനാ. അപ്പൊ ഈ ഉണ്ട എന്റെ ഫ്രണ്ടിൽ കൂടെ തന്നെയാണ് കാരണം ആടുന്നത്. ഞാനേ ഉറങ്ങിപ്പോയി. അപ്പൊ ഉറങ്ങിയ ഒരുത്തൻ അവൻ നൈറ്റ് ഡ്യൂട്ടി ആകാണ്ട് കഴിഞ്ഞു വന്ന ഏതോ ഒരു ഭ്രാന്തൻ ഞാൻ ഉണ്ട ആട്ടുന്നതിന് മുമ്പേ അങ്ങനെ കിടന്ന് അനുഭവിക്കും. എനിക്ക് എന്റെ ഭാര്യ എങ്ങനെയല്ല എന്നെ ഒഴിവാക്കി താ. അങ്ങനെ ഭാര്യ ഇങ്ങനെ കുറ്റം പറയും. ഈ ഭാര്യമാരെ സ്നേഹിക്കണം. ലണ്ടനിൽ ഇപ്പൊ ഒരു സർവേയിൽ പറഞ്ഞിട്ടുണ്ട്. ലണ്ടനിലെ സർവേയിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ എത്ര നേരം ഭാര്യയുമായിട്ട് സംസാരിച്ചിരിക്കുന്നു അത്രയും നമുക്ക് ആയുസ് കൂടുന്ന. ആരുടെ ഭാര്യ? ആരുടെ ഭാര്യ സർവേ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വേലി ചാടാ മതിലി ചാടാ നമുക്ക് എന്ത് വേണോ ചെയ്യാം. എടാ നീ അവളെ ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോകും. അപ്പൊ നിനക്ക് ഈ മനസ്സിൽ ഒരു താളമൊക്കെ കിട്ടും. അവള് പറയുന്നു അവൾക്ക് തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോകണമെന്ന്. എന്നിട്ട് കൊണ്ടുപോയോ? ഞാൻ ഫ്രിഡ്ജിലിട്ട് അടച്ചു. അയ്യോ അപ്പൊ രാജസ്ഥാൻ മരുഭൂമി പോണോന്ന് പറയുന്നത് ഭാഗ്യം. ഇല്ല നീ ഓവനി കയറ്റിയാണല്ലടാ. ആദ്യം അവിടെ കെട്ടി പുഴുങ്ങിയിട്ടല്ലേ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിക്കുന്നത്. അപ്പൊ അവളെ ആര് രക്ഷിക്കും? KCB ആണോ നിന്റെ പെണ്ണുപിള്ളെ രക്ഷിക്കുന്ന? അവര് ഞാൻ ബില്ലടച്ചില്ല. അവരൊന്ന് പീസ് വരും. അപ്പോൾ അവൾ ഇറങ്ങിപ്പോക്കോളൂ. കഷ്ടമെന്ന് പറ. എടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഷാജഹാനെ പറ്റി അറിയത്തില്ല. സ്വന്തം ഭാര്യയായ മുംതാസ് മരിച്ചപ്പോഴത്തേക്ക് അവരുടെ ഓർമ്മയ്ക്കായിട്ട് താജ്മഹൽ പണിഞ്ഞു ഷാജഹാൻ. ഷാജഹാന് ബുദ്ധിയുണ്ട്. അതുകൊണ്ടാണ് മുംതാസ് മരിച്ചപ്പോ അത് പണിഞ്ഞത്. മുംതാസ് ജീവിച്ചിരുന്നപ്പോ താജ്മഹൽ പണിഞ്ഞ അതിന്റെ ഉദ്ഘാടന ദിവസം തന്നെ മുംതാസ് ഷാജഹാന്റെ മുഖത്തോക്കി ചോദിച്ചാൽ ഇത് പണിഞ്ഞത് നാട്ടുകാരല്ലേ അല്ല നിങ്ങൾ എനിക്ക് വേണ്ടി എന്തോ പാഴൊക്കെ ഉണ്ടാക്കിയത്. അത് ശരിയാണ് സംഭവം. നീ സൈക്കോല്ലാട്ടാ. ചെറിയൊരു കുത്തിത്തരിപ്പ് അത്രേ ഉള്ളു. ചുമ്മാ ഒരു രസം. നിങ്ങൾ വിളിച്ചോ നല്ല രസം. പിന്നെ ഞാൻ വിളിക്കത്തൊന്നുമില്ല. ചുമ്മാ അല്ല 5 ലക്ഷം കൊടുത്ത് ഉണ്ടാട്ടാ പഠിച്ചത് കണ്ട. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതാണ് ഇതിന്റെ ക്ലൈമാക്സ് എന്ന്. എന്നല്ല ഞാൻ ഇന്നലെ ഒരു ക്ലൈമാക്സ് ആലോചിച്ച് കസേരയായിരുന്നു. ചിരിച്ച് അവസാനം ഞാൻ തറയിൽ വീണ് തല പൊട്ടിയുണ്ട്. തമാശ പറ. എണീച്ചപ്പോ മറന്നുപോയി. അതുകൊണ്ട് നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇതിന്റെ ക്ലൈമാക്സ്. Go,